ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളക്കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം രൂക്ഷമായ വിമർശനങ്ങളാണ് ഉന്നയിച്ചത്. എല്ലാം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിക്കുകയാണെങ്കിൽ പിന്നെ ദേവസ്വം ബോർഡ് എന്തിനാണ്? അങ്ങനെ ഒരു ഭരണ സമിതിയുടെ ആവശ്യമില്ലല്ലോ എന്ന രീതിയിലാണ് പറയുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രി അമിത്ഷാ കേരളത്തിലേക്ക് എത്തിയിരുന്നു. അമിത്ഷാ എപ്പോഴും കേരളത്തിലേക്ക് എത്തുക അല്ലെങ്കിൽ മറ്റൊരു സംസ്ഥാനത്തിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വഴിയൊരുക്കുക എന്നൊരർത്ഥം കൂടിയുണ്ട്. ഇനി പ്രധാനമന്ത്രി മോദിയും കേരളത്തിലേക്ക് എത്തും, ശബരിമല സന്ദർശിക്കും എന്നുള്ള സ്ഥിരീകരിക്കാത്തൊരു വാർത്തയുമുണ്ട്. അങ്ങനെ മോദി ശബരിമലയിലേക്ക് എത്തിയും ദേവസ്വം ബോർഡിനെ അവിടെ നിന്ന് ഒഴിവാക്കുകയും കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഈ ശബരിമല കൊള്ളയുടെ തുടർ അന്വേഷണം ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്താൽ കേരളത്തിലെ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ മൊത്തത്തിൽ കലങ്ങി മറിയും. ഈ വിഷയം ചർച്ച ചെയ്യാനായിട്ട് CR നീലകണ്ഠൻ സാറുണ്ട്, ഒപ്പം അഹമ്മദ് മാഷുണ്ട്. എങ്ങനെ കാണാം ഇതിനെ? അല്ല, അത്ര ലളിതമല്ല കാര്യം. കാരണം ഈ ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് ഒരു സംസ്ഥാന വിഷയമാണ്. ഒരു സംസ്ഥാനത്തെ ക്ഷേത്രങ്ങൾ അതല്ലെങ്കിൽ അന്താരാഷ്ട്ര താല്പര്യങ്ങൾ അല്ലെങ്കിൽ അന്തർദേശീയ താല്പര്യങ്ങൾ ഉണ്ടായിരിക്കണം. ഇപ്പോൾ ശബരിമല ഒരു കേരളത്തിലൊരു ക്ഷേത്രമാണ്, കേരളത്തിൻ്റെ പരിധിക്കകത്തുള്ളൊരു ക്ഷേത്രമാണ്. കേരളത്തിലൊരു നിയമമുണ്ട്, കേന്ദ്രത്തിൽ ക്ഷേത്രങ്ങൾക്കായി ഒരു നിയമം ഇല്ലതായി. അതാണ് ആദ്യത്തെ പ്രശ്നം. കേരളത്തിൽ ക്ഷേത്രങ്ങൾക്കായി ക്ഷേത്ര പരിപാലനവുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടുള്ള നിയമങ്ങളൊക്കെ ഉണ്ട്, ചട്ടങ്ങളുണ്ട്. അങ്ങനെയാണ് കേരളത്തിൽ ദേവസ്വം ബോർഡ് ഉണ്ടാകുന്നത്, ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളെ ഏറ്റെടുക്കുന്നത്, ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങൾ എങ്ങനെ പരിപാലിക്കണം എന്നുള്ളത് അതിൻ്റെ റൂളും ചട്ടമൊക്കെ ഉണ്ട്. സമാന്തരമായൊരു സാധനം കേന്ദ്രത്തിലില്ല. അതുകൊണ്ട് തന്നെ കേന്ദ്രത്തിന് ഏതെങ്കിലും ഒരു ചട്ടം അനുസരിച്ച് ഇത് ഏറ്റെടുക്കുക എന്നുള്ളത് എളുപ്പമല്ല. അപ്പോൾ ഒരു സ്റ്റേറ്റ് വിഷയത്തിൽ സെൻട്രൽ ഇടപെടുക എന്ന നിയമപരമായ കുരുക്ക് അതിനകത്തുണ്ട് എന്നാണ് ഞാൻ ആദ്യം വിചാരിക്കുന്നത്. അത് നമ്മൾ നിയമപരമാണല്ലോ ആദ്യം നോക്കേണ്ടത്. രണ്ടാമത്, വൈകാരികമായി തന്നെ ഇത് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇത് പറയാൻ സാധ്യതയുണ്ടോ ഇപ്പോഴും, നടന്നില്ലെങ്കിലും. കാരണം ഇത് പറയുന്നതാണ് നടക്കുന്നേക്കാൾ കൂടുതൽ BJPക്ക് താല്പര്യം എന്ന് ഞാൻ കണക്കാക്കണം. കാരണം ഈ ചർച്ച വരികയും വളരെ കാലമായി BJP പോലെയുള്ള ഹിന്ദു സംഘടനകൾ ആവശ്യപ്പെടുന്നത് ദേവസ്വം ബോർഡ് വലിയ തോതിൽ ക്ഷേത്രങ്ങളെ ചൂഷണം ചെയ്യുന്നു, ക്ഷേത്രങ്ങളുടെ കൊള്ളയടിക്കുന്നു, അല്ലെങ്കിൽ ക്ഷേത്രങ്ങളുടെ സമ്പത്ത് എടുക്കുന്നു. എന്നാൽ മറ്റ് മതന്യൂനപക്ഷ മതങ്ങളുടെ സ്ഥാപനങ്ങൾ ദേവസ്വം ബോർഡ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഏറ്റെടുക്കുന്നില്ല. ഇത് രണ്ടും തമ്മിൽ നിയമപരമായി തന്നെ വ്യത്യാസമുണ്ട്. ഒരു പള്ളിയൊന്നും നിങ്ങൾക്ക് അങ്ങനെ ഏറ്റെടുക്കാൻ പറ്റില്ല. കാരണം അത് ആർട്ടിക്കിൾ 25, ആർട്ടിക്കിൾ 26, 27 എന്നൊക്കെ പറയുന്നതിൻ്റെ മതന്യൂനപക്ഷങ്ങൾക്ക് കൊടുത്തിട്ടുള്ള അവകാശങ്ങളാണത്. കേരളത്തിൽ ക്ഷേത്രങ്ങൾ ഏറ്റെടുത്തത് യഥാർത്ഥത്തിൽ ഇന്ന് കാണുന്ന ക്ഷേത്രങ്ങളായിട്ടല്ല. ഈ ഭൂപരിഷ്കരണം നടപ്പായി കഴിഞ്ഞപ്പോൾ കേരളത്തിലെ മിക്കവാറും ക്ഷേത്രങ്ങളൊക്കെ ജന്മിക്ഷേത്രങ്ങളായിരുന്നു. അവർക്ക് പാട്ടഭൂമി ഉണ്ടായിരുന്നു. പാട്ടഭൂമി ഇല്ലാതെ ഈ ക്ഷേത്രങ്ങൾ പലതും വലിയ ദാരിദ്ര്യത്തിലായി. ഇന്ന് കാണുന്ന പോലെയല്ല. ഇന്നുള്ള ഇതല്ല പല ക്ഷേത്രങ്ങൾ. ഇപ്പോൾ ഒരുപക്ഷെ ഗുരുവായൂരോ അല്ലെങ്കിൽ ശബരിമലയോ അല്ലെങ്കിൽ അതുപോലെയുള്ള കുറച്ച് ചോറ്റാനിക്കര പോലുള്ള കുറച്ച് ക്ഷേത്രങ്ങളുള്ളൂ. ബാക്കിയൊക്കെ ദരിദ്ര ക്ഷേത്രങ്ങളാണ്. ഇപ്പോൾ ഒരു ദിവസം ഒരു പ്രാവശ്യം പോലും നട തുറക്ക് മാത്രമുള്ള ക്ഷേത്രങ്ങളുണ്ട്. നേദ്യം മാത്രം കഴിക്കുക, ഒരു വിളക്ക് വയ്ക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ക്ഷേത്രങ്ങൾ ഒരുപാട് കേരളത്തിലുണ്ട്. ആ ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ അതിലും പ്രധാനമായും ദേവസ്വം ബോർഡുകളുടെയാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, കൊച്ചി ദേവസ്വം ബോർഡ്, മലബാർ ദേവസ്വം ബോർഡ്, ഊരാൺമ, അങ്ങനെ പിന്നെ ഉടമസ്ഥന്മാരുള്ള ഊരാഴ്മക്കാർ എന്ന് പറയുന്ന ഉടമസ്ഥന്മാരുള്ള അവരുടെ ഒരു ചെറിയ ബോർഡുണ്ട്. പക്ഷേ ബഹുഭൂരിപക്ഷവും സർക്കാരിൻ്റെ കീഴിൽ തന്നെയാണ് ക്ഷേത്രങ്ങൾ. അതിന് കാരണം അല്ലെങ്കിൽ ആ ക്ഷേത്രങ്ങൾ പലതും മുടങ്ങി പോകുമായിരുന്നു പൂജ. ഇന്നിപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് നേരിട്ട് അറിയാവുന്നതുകൊണ്ടാണ് പല ക്ഷേത്രങ്ങളിലും ആ ദേവസ്വം ബോർഡിൻ്റെ ശമ്പളം കിട്ടുന്ന ശാന്തിക്കാരാണെന്നുള്ളത് കൊണ്ട് അവരവിടെ നിൽക്കുകയാണ്. നാളെ അവർക്ക് ഒരു പെൻഷൻ കിട്ടും, നാളെ അവർക്ക് പോകാൻ കഴിയും. ഇന്നിപ്പോൾ വരുമാനമൊന്നും ഉണ്ടാവില്ല. പക്ഷേ സമീപകാലത്തായി ക്ഷേത്രങ്ങളെ പുനരുദ്ധരിക്കുക, ക്ഷേത്ര സംരക്ഷണ സമിതി, അത് BJP എനിക്ക് തോന്നുന്നു RSSൻ്റെ ബോധപൂർവമായിട്ട് ഇടപെടലാണ് ക്ഷേത്ര സംരക്ഷണ സമിതി തുടങ്ങിയ സംഗതികളൊക്കെ. കുറേ ക്ഷേത്രങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്, കുറേ പുതിയ ക്ഷേത്രങ്ങൾ വന്നിട്ടുണ്ട്, ഇതൊക്കെ ഉണ്ട്. അപ്പോൾ മാത്രമല്ല, ദേവസ്വം ബോർഡ് കിട്ടുന്ന പൈസ അത് അഴിമതിയും സ്വർണ്ണക്കൊള്ളയൊക്കെ അവിടെ നിൽക്കട്ടെ. ദേവസ്വം ബോർഡിന് ലീഗലായി കിട്ടുന്ന പൈസ, ശബരിമലയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് അമ്പലങ്ങളിൽ നിന്നോ കിട്ടുന്ന പൈസ, അത് ദേവസ്വം അതിന് തന്നെയാണ് ഉപയോഗിക്കുക. മാത്രമല്ല, സർക്കാർ ഫണ്ട് ചെയ്യാറുണ്ട് ദേവസ്വം ബോർഡിന്, അങ്ങോട്ട് കൊടുക്കാറുണ്ട്. സർക്കാർ ഫണ്ട് കൊടുക്കാറുണ്ട് ദേവസ്വം ബോർഡിന്. കാരണം എന്താ വെച്ചാൽ മറ്റ് ക്ഷേത്രങ്ങളെ നിലനിർത്തണം. ഈ വരുമാനം കൊണ്ട് മാത്രം നിലനിർത്താൻ കഴിയില്ല. ഇപ്പോൾ ഒരുപക്ഷെ ഈ താല്പര്യമുള്ളവർ ശബരിമല ക്ഷേത്രം ഏറ്റെടുക്കാൻ ആളുണ്ടാവും. പക്ഷേ ശബരിമല ക്ഷേത്രം ഏറ്റെടുത്താൽ വേറെ 50 100 ചെറുകിട ക്ഷേത്രങ്ങൾ ഇല്ലാതാവും. അതവരെടുക്കുമോ? അതെടുക്കൂലല്ലോ. അപ്പോൾ പ്രശ്നം അതൊക്കെ ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞത് നടപടിക്രമങ്ങളിൽ സങ്കീർണതയുണ്ട്. പക്ഷേ ഈ വാദം ഉയർത്തി കഴിഞ്ഞാൽ വേറെ തരത്തിലുള്ള പോളറൈസേഷന് സാധ്യതയുണ്ട്. പെട്ടെന്ന് ആളുകൾ അപ്പീലില്ല. കാരണം എന്തിനാ ഹിന്ദു ക്ഷേത്രം മാത്രം കയ്യിൽ വെച്ചേക്കണേ, നിങ്ങൾ എന്തിനാ അത് ചെയ്യണേ, സർക്കാർ ശബരിമലയിലെ പൈസയൊക്കെ സർക്കാർ കൊണ്ടുപോയല്ലേ, ഇപ്പോൾ ഇതാ ശബരിമലയിൽ ഇതൊക്കെ രാഷ്ട്രീയക്കാർ കൊള്ളയടിക്കുകയല്ലേ. അത് വന്നോടുകൂടി വളരെ ക്ലിയറാണ്. ശബരിമലയ്ക്ക് നമ്മൾ കൊടുക്കുന്ന വഴിപാട് സാധനമൊക്കെ ഏതോ ഒരുത്തന്മാർ സ്വർണ്ണവും കടിച്ചിട്ട് പോകണം. അപ്പോൾ അതുകൊണ്ട് അത് വേണ്ട, ദേവസ്വം ബോർഡ് വേണ്ട.
പക്ഷേ അപ്പോഴും ഞാൻ പറയുന്നു, ഏതെങ്കിലും ഒരു സർക്കാർ സംവിധാനത്തിൻ്റെ മേൽനോട്ടത്തിലല്ലാതെ ശബരിമല ഒരു സ്ഥാപനം നിൽക്കില്ല. ഇപ്പോൾ തിരുപ്പതിക്ക് ഒരു മാനേജ്മെന്റ് അങ്ങ് നിൽക്കാൻ പറ്റില്ല. അത് സർക്കാരല്ലല്ലോ, അല്ല സംവിധാനം. സംവിധാനമാണെങ്കിലും അതിനൊരു മോണിറ്ററിംഗ് ഉണ്ട്, അതിനൊരു ചോദ്യമുണ്ട്. ഇവിടെ ശബരിമല മാത്രമായിട്ട് എടുക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. ശബരിമല മാത്രമായിട്ട് നിൽക്കും. പിന്നെ ശബരിമല ക്ഷേത്രം മാത്രമേ, ഗുരുവായൂർ ക്ഷേത്രം മാത്രമായിട്ട് നിങ്ങൾക്ക് ഏറ്റെടുക്കാം. പക്ഷേ ഗുരുവായൂർ ക്ഷേത്രം ഏറ്റെടുത്താൽ അതിൻ്റെ എന്താ പറയുക, നമ്മളൊരു ഇതുണ്ടല്ലോ, ക്രോസ് സബ്സിഡി. ആ അയ്യപ്പൻ്റെ ക്രോസ് സബ്സിഡിയിൽ ജീവിക്കുന്ന കുറേ ക്ഷേത്രങ്ങളുണ്ടെന്നേ. ആ ക്ഷേത്രങ്ങളുടെ കാര്യത്തിൽ എന്ത് ചെയ്യുന്നുള്ള വേണ്ടേ? അതിൻ്റെ പ്രശ്നമുണ്ടല്ലോ. ഞാൻ പറഞ്ഞു വന്നത്, കേരളത്തിലെ ക്ഷേത്രങ്ങൾ ഒറ്റയടിക്ക് ശബരിമല ഏറ്റെടുക്കും അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് എന്തിനാണ് എന്നൊക്കെ ഹൈക്കോടതി ചോദിക്കുമ്പോൾ ദേവസ്വം ബോർഡിൻ്റെ ഫംഗ്ഷനെ കുറിച്ച് പറയാൻ. പക്ഷെ ഇപ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ദേവസ്വം ബോർഡിന് അതിനുള്ള ലോക്കൽ സ്റ്റാൻഡ് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ഇത് പറയാൻ, ഞങ്ങളിത് സംരക്ഷിക്കുന്നവരാണെന്ന് പറയാൻ അവകാശം ദേവസ്വം ബോർഡിന് ലോക്കൽ സ്റ്റാൻഡ് നഷ്ടപ്പെട്ടു. സർക്കാരിന് പറയാൻ കഴിയുന്നില്ല ഇത് വേണ്ട. അങ്ങനെ വരുമ്പോൾ ഇതൊരു എലക്ഷൻ പോയിന്റായി വേണമെങ്കിൽ BJP ഉയർത്തിയേക്കാം എന്നാണ് ഞാൻ കാണുന്നത്. അതെ, തീർച്ചയായിട്ടും അത് ഉയർത്തുകയും ചെയ്യണം. കാരണം BJP എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഹൈന്ദവ സംസ്കാരത്തെ അതുവഴി ഹൈന്ദവ ക്ഷേത്രങ്ങളെ ഒക്കെ ഉദ്ധരിക്കാനും സംസ്കരിക്കാനും രാഷ്ട്രീയമായി തന്നെ നിലകൊള്ളുന്ന ഒരു പാർട്ടി എന്ന നിലയിൽ BJPയോ അല്ലെങ്കിൽ RSSോ അനുബന്ധ സംഘടനകളോ ക്ഷേത്ര സംരക്ഷണ സമിതിയോ ഹിന്ദു ഐക്യവേദിയോ ഒന്നും ചെയ്താൽ അത് കുറ്റപ്പെടുത്തുന്നതിലും അർത്ഥമില്ല. അത് അവരുടെ പണിയാണ്. ഹൈക്കോടതി കഴിഞ്ഞ ദിവസം രൂക്ഷ വിമർശനമല്ല, എന്താണ് ദേവസ്വം ബോർഡ് പണി, എന്തിനാണ് അതിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത് എന്ന രീതിയിൽ വെച്ചില്ലേ. ശരിക്കും ദേവസ്വം ബോർഡ് എന്താണ് പണി? അല്ല, ന്യായമാണ് ആ ചോദ്യം. എന്ന് വെച്ചാൽ ആ ചോദ്യം ചോദിപ്പിക്കുന്ന തരത്തിലേക്ക് ദേവസ്വം ബോർഡുകൾ പലയിടത്തും പെരുമാറി കാണിച്ചത് കോടതിയുടെ മുമ്പിലുണ്ട്. കോടതിക്ക് നിലവിലുള്ള വസ്തുതകൾ പരിശോധിച്ചല്ലേ പറയാൻ പറ്റുള്ളൂ. രാഷ്ട്രീയമായി തീർച്ചയായിട്ടും BJP RSS ഉന്നയിക്കേണ്ടത് അവർ ഉന്നയിക്കും. അതിനാണ് അവര്. അതിനെ ഒരു സെക്യുലർ ഗവൺമെന്റ് എങ്ങനെ ചെറുക്കുന്നു, അവരെങ്ങനെ പ്രതിരോധിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. പലപ്പോഴും എനിക്ക് CR ഓർമ്മയുണ്ടെന്ന് അറിയില്ല, മലബാറിലൊക്കെ പലപ്പോഴും പല പള്ളി കമ്മിറ്റികളുടെയും അമ്പല കമ്മിറ്റികളുടെയും ഒക്കെ കണക്ക് നോക്കാൻ ഏൽപ്പിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി സഖാക്കളെ. എനിക്കൊരു പൗലോസ് മാഷ് ഓർമ്മയുണ്ട്. പൗലോസ് മാഷ് ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ മമ്പാട് പള്ളി കമ്മിറ്റിയിൽ അഴിമതി ആരോപണം ഉന്നയിച്ചിട്ട് പടച്ചോന്റെ സ്വത്ത് വീതം വെപ്പിൽ കണക്കൊക്കാതിരുന്നപ്പോൾ ഭയങ്കര അടി നടക്കുകയാണ്. രണ്ടു കൂട്ടരും ചേർന്നിട്ട് പൗലോസ് മാഷ വന്ന് കാണുകയാണ്. അയാൾ അവിടുത്തെ സഖാവാണ്, നിരീശ്വരവാദിയാണ്, ഒക്കെയാണ്. പക്ഷേ പടച്ചോന്റെ മുതൽ കക്കൂല എന്നുള്ള ഉറപ്പുണ്ടായിരുന്നു. ഇപ്പൊ എന്താ സംഭവിക്കുന്നത്? എങ്ങനെ കോടതി ചോദിക്കാതിരിക്കുന്നത്? ഏറ്റവും ചുരുങ്ങിയത് കമ്മ്യൂണിസ്റ്റുകാർ ദേവസ്വം ഭരിക്കുമ്പോഴെങ്കിലും ദൈവത്തിന്റെ സ്വത്ത് എന്നല്ല, ആരുടെ സ്വത്ത് മോഷ്ടിക്കാൻ പാടില്ലല്ലോ. മോഷ്ടിക്കുകയില്ല എന്ന ഉറപ്പ് ഇപ്പോൾ പത്മകുമാർ തൊട്ട് വാസു ഉൾപ്പെടെയുള്ള വാസു ഉൾപ്പെടെയുള്ള ആളുകൾ കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് പറയുകയും അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചെലവിൽ ദേവസ്വം ബോർഡിൽ വരികയും എന്നിട്ട് അഴിമതി കേസിൽ കൊള്ളക്കേസിൽ പ്രതികളായി നിൽക്കുകയും ചെയ്യാണ്. അപ്പോൾ ആ പാർട്ടി ഭരിക്കുമ്പോൾ, ഇടതുപക്ഷം ഭരിക്കുമ്പോൾ കോടതി അവരോട് ചോദ്യം ചെയ്യൂലേ, നിങ്ങൾ ഈ ദേവസ്വം ബോർഡ് എന്ത് പണിയെടുക്കുകയാണ്, നിങ്ങൾക്ക് എന്താ ജോലി എന്ന് ചോദിക്കും. പക്ഷെ സിസ്റ്റം അപ്പോഴും സർക്കാരിന്, അന്തിമമായി സർക്കാരിന് നിയന്ത്രണമുള്ള അക്കൗണ്ടബിളായ ആൻസറബിളായ ഒരു സംവിധാനം തന്നെയാണ് ദേവസ്വം ബോർഡ്. ആ ദേവസ്വം ബോർഡിനെ കുറ്റമറ്റതാക്കി സംരക്ഷിച്ച് നിർത്തുക എന്നതാണ് വഴി. അല്ല ദേവസ്വം ബോർഡ് ഇല്ലാതാക്കിയിട്ട് ആര് ഇപ്പൊ പറഞ്ഞ പോലെ അത് ഇല്ലാതാവുമ്പോഴേ അതിന്റെ ദോഷം അറിയാം. ഒരു പക്ഷേ ശബരിമലയ്ക്ക് വേണ്ടി വരില്ല. ഇപ്പൊ ഗുരുവായൂർ ദേവസ്വം എന്ന് നമ്മൾ പേര് പറയുന്നുണ്ട്, സെപ്പറേറ്റ് ദേവസ്വം ഉണ്ടെങ്കിലും നമ്മൾ അറിയാത്ത എത്രയോ പേര്. ഞങ്ങളുടെ നാട്ടിലെ ക്ഷേത്രം ഗുരുവായൂർ ദേവസ്വത്തിൻ്റെതാണ്. അവിടുത്തെ പണം കൊണ്ടോ എവിടുത്തെ പണം കൊണ്ടായാണെങ്കിലും അറിയപ്പെടാത്ത ഒരുപാട് ക്ഷേത്രങ്ങളെ, വരുമാനം കുറഞ്ഞ ക്ഷേത്രങ്ങളെ, പാവങ്ങൾക്ക് രാവിലെ പോയി തൊഴുതാൽ ഒരു ആശ്വാസം കിട്ടുമെന്ന് വിശ്വസിക്കുന്ന നൂറുകണക്കിന് വിശ്വാസികളുടെ ക്ഷേത്രങ്ങളെ അവർ പോറ്റുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ഒരു സംവിധാനമാണ്. ആ സംവിധാനത്തിന് ഗുണമില്ലെങ്കിൽ നിലനിൽക്കില്ലല്ലോ ഇത്രയും കാലം. അല്ല, ഇവിടെ ഇപ്പൊ ഇന്ത്യൻ പ്രസിഡന്റ് ശബരിമല സന്ദർശിക്കാനായിട്ട് എത്തുന്നു. ഭക്തജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ നട അടയ്ക്കുന്ന അവസാനത്തെ ദിവസം വന്നേ. ഇവിടെ ഇപ്പോൾ മകരവിളക്ക് കഴിഞ്ഞ് നട അടച്ച് അതിനുശേഷം വീണ്ടും മാസപൂജയ്ക്ക് തുറക്കുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ട് അവിടേക്ക് വരിക എന്ന് പറഞ്ഞാൽ അത് രാജ്യാന്തര പ്രശസ്തി കൂടി കൈവരും. മാത്രമല്ല അവിടുത്തെ പല അഴിമതികളും പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് ഈ ദേശീയ അന്വേഷണ ഏജൻസികളൊക്കെ രംഗപ്രവേശം. ഇതൊക്കെ ഒരു വലിയ അപകടകരമായ സാഹചര്യം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സൃഷ്ടിക്കില്ലേ? അല്ല, ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അപകടം ഉണ്ടാവുമോ എന്നുള്ളതിനെ പറ്റിയൊന്നും ഞാനിപ്പോൾ വല്ലാണ്ട് വറീഡല്ല. ഏതെങ്കിലും പാർട്ടിക്ക് അപകടം ഉണ്ടാവുമോ എന്നുള്ളതല്ല. നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിൽ ദേവസ്വങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി സർക്കാരിന് ഉത്തരവാദിത്വമുണ്ട്. കാരണം അത് ഞാൻ പറഞ്ഞത് ഭൂപരിഷ്കരണം വന്ന കാലത്ത് ഇവരുടെ സമ്പത്ത് മുഴുവൻ പോയെന്നേ. ദൈവങ്ങളൊക്കെ ദരിദ്രന്മാരായി, ദൈവികളും ദേവന്മാരും ദരിദ്രന്മാരായി. അപ്പോൾ ദൈവങ്ങൾക്ക് ക്രോസ് സബ്സിഡി കൊടുത്തുകൊണ്ടാണ് ദേവസ്വം ബോർഡ് നിലനിന്നത്. സർക്കാരിൻ്റെ സപ്പോർട്ടും കൊടുത്തിട്ടുണ്ട്.
ദേവസ്വം ബോർഡിന് പൈസ ഇല്ലാതെ വരുമ്പോൾ സർക്കാർ കൊടുത്തിട്ടുണ്ട്. അവർ കോളേജുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനും കൊച്ചിൻ ദേവസ്വം ബോർഡിനും ഒക്കെ കോളേജ് ഉണ്ട്. അതൊക്കെ ഒരു വേറെ തരത്തിലുള്ള സംഗതിയാണ്. അപ്പോൾ അതൊക്കെ അവരുടെ വരുമാനമാണ്, അവരുടെ അസറ്റുകളാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന സ്ഥാപനം അത് നന്നായി നടന്നില്ലെങ്കിൽ അത് ചോദിക്കാൻ ആർക്കും അവകാശമുണ്ട്. ഹിന്ദുക്കൾക്ക് മാത്രമല്ല, വിശ്വാസികൾക്ക് മാത്രമല്ല. അതിന് കാരണം എന്താ വെച്ചാൽ, ഇപ്പോൾ വഖഫിന്റെ ഫണ്ട് ചെലവഴിക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ തർക്കങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ടല്ലോ അല്ലേ. വഖഫിന്റെ ഫണ്ട് മുസ്ലിങ്ങളുടെ മാത്രം പ്രശ്നമല്ല, കാരണം ഇത് പബ്ലിക് ഫണ്ടാണ്, സർക്കാരിന്റെ ഫണ്ടാണ്. ഇവിടെയും സർക്കാരിനെ ഏൽപ്പിച്ച ഒരു സാധനമാണ്. ഞാനെപ്പോഴും പറയുന്ന ട്രസ്റ്റി സർക്കാരാണ്. സർക്കാർ നന്നായി ചെയ്യുന്നില്ലെങ്കിൽ സർക്കാരിനെ കൊണ്ട് നന്നായി ചെയ്യുക തന്നെയാണ് ജനാധിപത്യത്തിലെ രീതി. അല്ല, സർക്കാർ ഇപ്പോൾ സെൻട്രൽ ഗവൺമെന്റ് വന്നാലും എങ്ങനെ അന്വേഷിച്ചാലും എന്താ ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞ ബദൽ സംവിധാനം പറയാൻ പറ്റുക? ഒരു സംവിധാനം പറയാൻ പറ്റില്ല. 2 ചോദ്യങ്ങൾ ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രി വരുന്നു, അദ്ദേഹം BJPയുടെ നേതാവാണ്. കേരളത്തിലെ BJPക്ക് ശബരിമലയെ ചോദ്യം ചെയ്യാൻ സാധിക്കുന്നത് ഭാഗ്യവശാൽ അവർക്ക് ഇതുവരെ ദേവസ്വം ബോർഡിൽ പ്രാതിനിധ്യം കിട്ടാനുള്ള രാഷ്ട്രീയ ശക്തി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ രാഷ്ട്രീയക്കാരെ വിട്ട് തന്ത്രിയിലേക്ക് വന്നപ്പോൾ BJPയെ പോലെ ഒരു കക്ഷി എടുത്ത നിലപാടെന്താ? ഇനി ദേവസ്വം ബോർഡിലെങ്ങാനും കേരളത്തിലെ BJP നേതാക്കന്മാർക്ക് പ്രാതിനിധ്യം ഉണ്ടായിരുന്നെങ്കിൽ അവരിതിൽ പങ്കുവഹിക്കില്ല എന്ന് ഉറപ്പുള്ള ഏത് BJP നേതാക്കളുണ്ട് കേരളത്തിൽ? അതും പ്രധാനപ്പെട്ട ചോദ്യമല്ലേ. അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ നേതൃത്വം കേരളത്തിൽ പെരുമാറുന്നത് എങ്ങനെ? തന്ത്രിയെ പോലെ ഒരാൾ കേസിൽ കുടുങ്ങുമ്പോൾ ആ കുടുംബത്തോട് ഐക്യദാർഢ്യപ്പെടാൻ കേരളത്തിൽ ആരും ധൈര്യപ്പെട്ടിട്ടില്ല, BJP അല്ലാതെ. BJP നേതാക്കന്മാർക്ക് അന്നേരത്ത് തഴവൺ കുടുംബത്തിൽ പോയി ഒത്താശ ചെയ്തു കൊടുക്കേണ്ട കാര്യം എന്താണ്? തന്ത്രിയാണ് കുറ്റവാളിയെങ്കിലും ശബരിമല ക്ഷേത്രത്തെ, അയ്യപ്പന്റെ സ്വത്ത് മോഷ്ടിക്കുന്നവൻ ആരായാലും അവനെ വെറുതെ വിടരുത് എന്നല്ലേ ഹിന്ദു സംസ്കാരത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി BJP പറയേണ്ടത്? അപ്പൊ അങ്ങനെ ഒരു പാർട്ടിയുടെ നേതാവായിട്ട് നരേന്ദ്രമോദി ശബരിമലയിൽ വന്നാൽ പോലും ഇന്നത്തെ സാഹചര്യത്തിൽ അതെന്തെങ്കിലും പ്രത്യേകിച്ച് BJPക്കോ നാടിനോ ഒരു നേട്ടം ഉണ്ടാക്കി കൊടുക്കുമെന്ന് വിചാരിക്കാൻ ന്യായമില്ല. എന്തായാലും ഇപ്പം മോദിയുടെ ഒരു സന്ദർശനം ഉണ്ടാവുകയോ അതല്ലെങ്കിൽ ഹൈക്കോടതിയുടെ വിമർശനത്തിനനുസരിച്ച് SITയുടെ അന്വേഷണ നടപടികൾ മുന്നോട്ട് പോവുകയോ ചെയ്താൽ രാഷ്ട്രീയ കേരളത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകാൻ. അതിലും ഒരു ചെറിയൊരു പ്രശ്നമുള്ളത്, ഇപ്പോൾ ന്യൂട്രൽ ഏജൻസി അന്വേഷിക്കണം എന്നാണ് അമിത്ഷാ പറഞ്ഞത്. കേന്ദ്ര ഏജൻസി എന്നാണല്ലോ അതിന്റെ മലയാളം. കേന്ദ്ര ഏജൻസിക്ക് കേരളം ഭരിക്കുന്ന സർക്കാരിനെയും അതിന്റെ തലപ്പത്തിരിക്കുന്ന പിണറായി വിജയനെയും ഒക്കെ പൂട്ടാൻ എത്ര കേസുകൾ അവരുടെ മുമ്പിൽ വന്നു? എന്ത് നടപടി ഉണ്ടായി? SNC ലാവലിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തല വന്നപ്പോൾ ഞങ്ങൾ ചോദിച്ചു അദ്ദേഹത്തോട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു 43 തവണ മാറ്റിവെച്ചു എന്നാ. ഏതാ കേസ്? ഏതാ കോടതി? സുപ്രീം കോടതിയല്ല, CBI കോടതിയാണ്. CBI ആരുടേതാണ്? കേന്ദ്ര ഗവൺമെന്റ് ഏജൻസി. CBI ആണ് മാറ്റിവെക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഏജൻസി വന്ന് അതേ CBI വന്നിട്ട് ഇനി ശബരിമല കേസ് അന്വേഷിച്ചാൽ, ഏറ്റെടുത്താൽ എന്ത് മലമറിയുന്നാണ് നമ്മൾ വിചാരിക്കേണ്ടത്? അല്ല, സ്വതന്ത്ര ഏജൻസി ഒരിക്കലും സെൻട്രൽ ഏജൻസി എന്ന് പറയാൻ പറ്റാത്ത സ്ഥിതിയിൽ വന്നിട്ടുണ്ട്, അത് ഉറപ്പാണ്. അപ്പൊ അതൊക്കെ പരിഗണിച്ചിട്ട് വേണം. ഇപ്പം നരേന്ദ്രമോദി ശബരിമലയിൽ വന്നതുകൊണ്ട് രാഷ്ട്രീയ പ്രാധാന്യം ഉണ്ടാവും. ഒരുപക്ഷെ നിഷ്പക്ഷരായ വിശ്വാസികളുടെ ഒരു പിന്തുണയൊക്കെ നരേന്ദ്രമോദിക്ക് ഉണ്ടാവുകയും ചെയ്യും. അദ്ദേഹം എല്ലാ ദേവാലയങ്ങളിലും പോകുന്നുണ്ട്, എല്ലാ വിഭാഗത്തിൻ്റെയും ദേവാലയങ്ങളിൽ പോകുന്നുണ്ട്. ഈ ക്രിസ്മസിന് അദ്ദേഹം ക്രൈസ്തവ ദേവാലയത്തിൽ പോയി, മുസ്ലിം ദേവാലയങ്ങളിൽ പോകുന്നുണ്ട്, ലോകമെങ്ങുമുള്ള അബുദാബിയിലെ മുസ്ലിം പള്ളി ഉദ്ഘാടനത്തിന് പോയി. അതൊക്കെ തീർച്ചയായിട്ടും ഭാരതത്തിന്റെ ഒരു സംസ്കാരത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രിക്ക് കിട്ടുന്ന ഒരു ഗുഡ്വിൽ കിട്ടും എന്നതൊഴിച്ചാൽ കേരളത്തിൽ അതിന് വലിയ രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ പറ്റും എന്ന് ഇന്നത്തെ സാഹചര്യത്തിൽ നിലവിലുള്ള BJP സംസ്കാരത്തെ വെച്ച് നമുക്ക് പറയാനാവും എന്നെനിക്ക് തോന്നുന്നു. ABCക്ക് ഒരു ഹിന്ദി ചാനൽ കൂടിയുണ്ട്. കുറച്ച് നാളായി അതിൻ്റെ വാർത്തകൾ, ദേശവിശേഷങ്ങൾ ഇതൊക്കെ തന്നെ ചർച്ച ചെയ്യുന്നുണ്ട്. ഈ ചാനൽ കൂടി പ്രേക്ഷകർ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.